ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ വണ്ടി ഇടിച്ചു കൊന്ന ലക്ഷ്മിയുടെ ഏട്ടൻ. ഇതിനകത്തിട്ട് നിന്നെ തീർത്താൽ ഒരു പോലീസുകാരും ഒന്നും ചോദിക്കില്ല. അവര് കൈയും കെട്ടി നോക്കി നിൽക്കും. അതിനുള്ളതൊക്കെ അണ്ണൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അറിയാതെ പറഞ്ഞു പോയ തെറ്റ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തം എത്ര വലുതാണെന്ന് ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. സച്ചേട്ടന് അനൂപേട്ടനെ ചതിക്കാൻ പറ്റില്ല. അത് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാ. അനൂപേട്ടനെ കിട്ടിയില്ലെങ്കിൽ ആ ഗുണ്ടകളെല്ലാം കൂടി ഇനി കയറി വരാൻ പോകുന്നത് ഈ വീട്ടിലേക്കാ. അതോടെ ഇവിടെ ഉള്ളവരുടെ സമാധാനം നഷ്ടപ്പെടും. ആ ഗുണ്ടകൾ ഇവിടെ വന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം. എനിക്കെന്റെ ഭർത്താവിനെയും വേണം, സഹോദരനെയും വേണം. ആരെയും നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. അനൂപേണ്ണെ കൊണ്ട് കൊടുക്കാത്തതിന്റെ പേരില് സച്ചേട്ടന് ആ ഗുണ്ടകൾ എന്തെങ്കിലും ചെയ്ത എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനൽസ് ആ ഗുണ്ടകള്. പേടിക്കണ്ട, അവര് വലിയ ഗുണ്ടകളായിരിക്കും, ചോര കണ്ട് അർപ്പമാറിയ ക്രിമിനലുകളായിരിക്കും. പക്ഷേ എനിക്ക് പേടിയില്ല. ഭാര്യയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ കഴിയാത്തവൻ നല്ലൊരു ഭർത്താവല്ല. കുടുംബത്തെ രക്ഷിക്കാൻ കഴിയാത്തവൻ നല്ലൊരു മകനല്ല. താൻ പേടിക്കണ്ട, ആർക്കും ഒന്നും സംഭവിക്കില്ല. ഇവിടെ പോലീസും കോടതി നിയമമൊക്കെ ഉണ്ട്. നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി ആ ഗുണ്ടയുടെ ഭീഷണിക്കെതിരെ കേസ് കൊടുക്കാം. അനൂപേട്ടനെ ജാമ്യത്തിലിറക്കാൻ ഏറ്റവും നല്ല വക്കീലിനെ വെക്കാം. താനൊന്ന് സമാധാനിക്ക്, ഒന്നും സംഭവിക്കില്ല, ഒന്നും. ഇങ്ങോട്ടേക്ക്. ഇവന്മാരോടെ കിടക്കട്ടെ സാറേ, ലോക്കപ്പിൽ സ്ഥലമില്ല. മര്യാദക്ക് കിടന്നോളണം. അവിടെ പോയിരിക്കെ. മച്ചമ്പി, നീയാണോ അനൂപ്? അതെ. നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം? അറിയാതെ പിന്നെ. നിന്നെ കാണാനല്ലേ ഞങ്ങൾ വന്നത്. നിന്നെ കാണാൻ ഒരാളോടെ വരുന്നുണ്ട്. വരുമ്പോ കാര്യങ്ങളൊക്കെ നല്ല ഞെരുപ്പായിട്ട് സംസാരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പണിപാളും. ആര്? ഞങ്ങളുടെ അണ്ണൻ. അണ്ണനോ? നിങ്ങളുടെ അണ്ണൻ എന്തിനാ എന്നെ കാണാൻ വരുന്നത്? അതൊക്കെ പറയാം. ഞങ്ങള് അണ്ണൻ എസ്കോട്ട് വന്നതാ. ആദ്യം നിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണമല്ലോ. നിങ്ങളൊക്കെ ആരാ? ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്നേ അണ്ണൻ വരുമ്പോ നേരിട്ടങ്ങ് പറഞ്ഞാ മതി. അണ്ണനെ മനസ്സിലായില്ലേ? ചെങ്കൽ മധു. നീ വണ്ടി ഇടിച്ചു കൊന്ന ലക്ഷ്മിയുടെ ഏട്ടൻ. ഇതിനകത്തിട്ട് നിന്നെ തീർത്താൽ ഒരു പോലീസുകാരും ഒന്നും ചോദിക്കില്ല. അവര് കൈയും കെട്ടി നോക്കി നിൽക്കും. അതിനുള്ളതൊക്കെ അണ്ണൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഈ രാത്രി നിന്റെ അന്ത്യരാത്രിയാ.
അകത്തുണ്ട് സാർ. അണ്ണാ ഇവനാ ആള്. എടാ നിന്നെ തീർക്കാനാ ഞങ്ങൾ ഇതിനകത്ത് കയറിയത്. അതിനു മുമ്പ് നീ അണ്ണനോട് സത്യം പറഞ്ഞു. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ആർക്ക് വേണ്ടിയാ നീ എന്റെ അനിയത്തെ ഇല്ലാതാക്കിയത്? നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കണം. അത് മനഃപൂർവ്വം ചെയ്തതല്ല. അറിയാതെ പറ്റിയ ഒരു അപകടമാണ്. ഒരു ടിപ്പർ എന്റെ നേരെ വരുന്ന കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് വണ്ടി വെട്ടി തിരിച്ചു. ആ സമയത്താ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരി റോഡിലേക്ക് വേഗത്തിൽ വന്നത്. കണ്ണടച്ച് തുറക്കും മുമ്പേ എല്ലാം കഴിഞ്ഞു. അല്ലാതെ മനഃപൂർവ്വമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല. പിന്നെ എന്തിനു ഞാൻ ആ കുട്ടിയെ കൊല്ലണം? പ്ലീസ്, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്റെ സഹോദരിയെ കൊല്ലാൻ നിനക്ക് ആരാണ് കൊട്ടേഷൻ തന്നത്? മുമ്പ് 2 തവണ അവൾക്ക് നേരെ ആരോ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എന്റെ ആളുകൾ അവളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഇനി അത് നീ തന്നെയായിരുന്നോ? അല്ല, ഞാനല്ല. എനിക്കൊന്നും അറിയില്ല. തമ്പാനെ സത്യം പറയണ. അയ്യോ വേണ്ട, ഒന്നും ചെയ്യല്ല. അയ്യോ ചെയ്യല്ല. അയ്യോ ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. മതി. നീ ഇല്ലാതാക്കിയത് എന്റെ പ്രാണനെയാ. ഞാനല്ല. നിന്റെ ജീവൻ എടുക്കാതെ എന്റെ കലി അടങ്ങില്ല. അതിനു മുമ്പ് നീ സത്യം പറയണം.